ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അബുദാബി മാർത്തോമ സേവിയാ സംഘത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും സേവിയാ സംഘ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. സേവിയാ സംഘ സെക്രട്ടറി, MC ചെയ്യുന്ന ആള്, ഇതെല്ലാം പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഒരു ന്യൂ നോർമൽ, കുറെ മാസങ്ങളിലായിട്ട് ഈ ന്യൂ നോർമലിന്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്ക് തൃപ്തികരം അല്ലാത്ത സാഹചര്യങ്ങളിൽ, സന്തോഷം നൽകാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ ഞാനും നിങ്ങളും പഠിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന് ദൈവം കൊടുത്ത വലിയൊരു കഴിവ് അഡാപ്റ്റിംഗ് ടു സിറ്റുവേഷൻസ്. ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു പോകുവാനും അതിജീവിക്കുവാനും ഉള്ള ഒരു കഴിവ് ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം ഞാനും നിങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, ഒരിക്കൽ പോലും ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആകാത്ത ഒരു അനുഭവങ്ങൾ. സോ ദിസ് നോർമൽ ഇസ് ഗോയിങ് ടു റിമെയിൻ ദെയർ ഫോർ സം ടൈം. ഇതെല്ലാം അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു പുതിയ നോർമലും ഉണ്ടാകും. അതിനോടും ഞാനും നിങ്ങളും പൊരുത്തപ്പെട്ടേ മതിയാവും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ചിന്താ വിഷയം സർവൈവൽ വിത്ത് ക്രൈസ്റ്റ്, വുമൻ പെർസ്പെക്റ്റീവ്. അതിജീവനം ക്രിസ്തുവിനോട് കൂടെ സ്ത്രീകളുടെ പങ്കാളിത്വം. ഈ വർഷത്തെ സേവിയാ സംഘത്തിന്റെ തീം തന്നെ സ്ത്രീകൾ മാറ്റത്തിന്റെ വഴി ഒരുക്കുന്നവർ. ഇതെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും? ക്രിസ്തുവിനോട് കൂടെ ഞാനും നിങ്ങളും സേവിയാ സംഘത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന, മാതാക്കളായിരിക്കുന്ന കുടുംബത്തിൽ നമുക്ക് എങ്ങനെ ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ ഒരു ക്രൈസിസ് മറികടക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ നമുക്ക് ലഭിക്കുന്നത് മറ്റെങ്ങൊന്നുമല്ല, തീർച്ചയായിട്ടും ദൈവവചനത്തിലേക്ക് തന്നെ ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വേദോസ്തവത്തിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസിസിൽ കൂടെ കടന്നുപോയ 3 വിധവമാർ ഒരു പുസ്തകത്തിൽ തന്നെയുണ്ട്. അത് മറ്റൊന്നുമല്ല, രൂത്തിന്റെ പുസ്തകം. ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയ ക്രൈസിസിനെ എപ്രകാരം 3 വിധവകൾ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ അതിജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമുഖമായിട്ട് രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ സന്ധ്യസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സേവിയാ സംഘ വാരത്തോട് ചേർന്ന് കർത്താവേ, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും നീ തന്ന കാലഘട്ടത്തിന് ഒത്തവണ്ണം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിക്കണം എന്നുള്ള ആലോചനകൾ കർത്താവെ ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് സ്തോത്രം. അല്പസമയം നിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവമേ, ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് എങ്ങനെ ക്രിസ്തീയ ദർശനത്തോട് നിന്നോടൊപ്പം നേരിടുവാനായിട്ട് സാധിക്കും എന്ന് കർത്താവെ ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് രൂത്തിന്റെ പുസ്തകം, മറ്റൊന്ന് എസ്തേറിന്റെ പുസ്തകം. അതില് രൂത്തിന്റെ പുസ്തകം ഒരു വിജാതീയ സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകം ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ നാം കാണുന്നത് 4 അധ്യായങ്ങളും 85 വാക്യങ്ങൾ മാത്രമുള്ള ഈ രൂത്തിന്റെ പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒരു പ്രതിസന്ധി ഒരു കുടുംബം എങ്ങനെ നേരിട്ടു, ബന്ധങ്ങളെ എങ്ങനെ നിലനിർത്തുവാനായിട്ട് സാധിക്കും,
പ്രയാസങ്ങൾ വരുമ്പോൾ ആ ഘട്ടത്തിൽ ഒരു കുടുംബത്തിന് എപ്രകാരം ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കും? ഒരു വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, പല ആശയങ്ങൾ ഒരുമിച്ച് പഠിക്കാവുന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിക്കുവാനായിട്ട് ആലോചനകൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു കഥാപാത്രം എന്ന് പറയുന്നത് രൂത്തും നവോമി എന്നുള്ള രണ്ട് വിധവമാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കാലഘട്ടത്തെ കുറിച്ച് ആദ്യം ആമുഖമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ 3 വിധവമാരുടെ ഒരു യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ രൂത്തിന്റെ പുസ്തകം എഴുതപ്പെട്ട ഒരു കാലഘട്ടം നമുക്കറിയാം, ജഡ്ജസിന്റെ കാലഘട്ടം, അതായത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എപ്രകാരം ആയിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ജഡ്ജസ് അവസാനത്തെ ന്യായാധിപന്മാരുടെ അവസാനത്തെ പുസ്തകം 25-ാമത്തെ വാക്യം അത് അവസാനിക്കുന്നത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. തനിക്ക് ബോധിച്ച പോലെ നടന്ന ഒരു കാലഘട്ടത്തിലാണ് വ്യത്യസ്തമായി ജീവിച്ച ഈ വിധവമാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വരുമ്പോഴാണ് ഒരു ഹാപ്പി എൻഡിങ്. The beginning is with a tragedy, but the book ends with a happy ending. ആ ഹാപ്പി എൻഡിലേക്ക് നയിക്കുവാനായിട്ടുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒരുമിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. പെട്ടെന്ന് 4 R's I would want to emphasize. So, as I said, the book of Ruth begins with tragedies. വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമായിട്ട് തുടങ്ങുന്നെങ്കിലും അവസാനം സന്തോഷത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതില് ഈ സ്ത്രീകൾക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ഇന്നും നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നു. ഒരു ക്രൈസിസിനെ ക്രിസ്തുവിനോട് കൂടെ, ദൈവത്തോട് കൂടെ അതിജീവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ 4 R ഉപയോഗിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, റീസെറ്റിംഗ് ദ സ്റ്റെപ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ പാദങ്ങളെ പുതുവഴിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള യാത്ര. അപ്പോൾ ഞാൻ ഇവിടെ മലയാളത്തിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് എ യാത്ര, ഒരു യാത്രയാണ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ പാദങ്ങളെ പുതുവഴിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. റീസെറ്റിംഗ് ദ സ്റ്റെപ്സ് ടു മൂവ് ഫോർവേഡ്. ഈ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അവിടെ എലിമലേക്ക് എന്നുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നവോമി, ഈ 2 പേരും ബേത്ലഹേമിൽ താമസിച്ച്, യഹൂദ പട്ടണത്തിൽ താമസിച്ച്, അവിടെ ഉണ്ടായ ക്ഷാമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്രൈസിസിൽ നിന്ന് ഒരു കാലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു അനുഭവം. എവിടേക്കാണ് അവർ പോകുവാനായിട്ട് താല്പര്യപ്പെട്ട്? മോവാബിലേക്ക് പോകുന്ന ആ ഭാഗം നിങ്ങൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവർ താമസിച്ച യഹൂദ പട്ടണത്തിൽ നിന്ന് മോവാബിലേക്ക് യാത്ര തിരിക്കുന്നു. എന്തിന് യാത്ര തിരിച്ചു? കാരണം യഹൂദ പട്ടണത്തിൽ ക്ഷാമമുണ്ടായി. There was a crisis. There was no food. There was limitation in the place where they live. എന്നാൽ പുതിയ സ്ഥലത്തേക്ക്, പുതിയ മേച്ചിൻ പുറങ്ങൾ തേടി പോകുന്നത് തെറ്റാണോ? ഇവരെ സംബന്ധിച്ച് എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവ് എന്നുള്ള ഒരു വാക്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേരിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ഭാഗമായിരിക്കുന്ന ആ മനുഷ്യൻ താൻ തിരഞ്ഞെടുത്തത് പോകുവാനായിട്ട് മോവാബ് എന്നുള്ള ഒരു പട്ടണം. ഒരിക്കൽ പോലും ഒരു ഇസ്രായേലിയർ അവിടെ ചെന്ന് ജീവിതം ആരംഭിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഈ കുടുംബം പോകുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നത്. നവോമിക്ക് ആ സമയത്ത് എത്രമാത്രം ഒരു സ്വാധീനം ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അവരവിടെ ജീവിതം ആരംഭിച്ചു. ആ ജീവിതം ആരംഭിച്ച സമയത്ത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എലിമലേക്ക് മരിച്ചു, 2 മക്കളും മരിച്ചു. അവസാനം ശേഷിക്കുന്നത് 3 വിധവമാർ. അതുകൊണ്ട് തന്നെ 1-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറെ വാക്യങ്ങളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് വ്യത്യാസം? 6-ാമത്തെ വാക്യത്തിലാണ് നവോമിയുടെ ഒരു തീരുമാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം
അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. She takes a decision. അതാണ് റീസെറ്റിംഗ് ദ സ്റ്റെപ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് ഗോഡ്. ഇവിടെ നാം കാണുന്നത് ഒരു കുടുംബം, ദൈവഹിതത്തിന്റെ പദ്ധതിയും പ്രകാരം ജീവിക്കേണ്ട ഒരു കുടുംബം, ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട ഒരു കുടുംബം, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ഹൈഡ് ഔട്ട് തേടിപ്പോയത് ദൈവത്തിന്റെ വിപരീതമായ സ്ഥലത്തേക്കാണ്. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഈ രൂത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് ഒരു നല്ല എൻഡിങ്. ആ നല്ല എൻഡിങ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത്തെ സംഗതി, they had to reset the steps to move forward with God. അവരുടെ യാത്രയിൽ അവർക്ക് ചില തിരിച്ചുവരവുകൾ നടത്തണമായിരുന്നു. അങ്ങനെയാണ് നവോമി തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 3 വിധവമാരും തിരിച്ച് ബേത്ലഹേമിലേക്ക് വരുന്ന സമയത്ത് കുറെ ദൂരം ഇവർ സഞ്ചരിച്ചു കാണും. എന്നാൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നവോമി തന്റെ മരുമക്കളോട് ആവശ്യപ്പെട്ടു, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം. അവിടെ നാം കാണുന്നു ഒരു സഹോദരി ഓർപ്പ, അവൾ അമ്മായിയമ്മയെ ചുംബിച്ചിട്ട് അവൾ മടങ്ങി പോകുന്നു. എന്നാൽ റൂത്ത് വീണ്ടും ഈ അമ്മായിയമ്മയോട് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. അമ്മായിയമ്മയോട് ഒപ്പം യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവൾ ഒരു തീരുമാനം എടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം. അപ്പോൾ ഈ 2 വിധവകളെ മാത്രം ഇനി ഞാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ കാണുന്നത്, നവോമി decided to come back to where she had left and Ruth decided to make a new commitment. നവോമി താൻ വിട്ടേച്ചു പോയ ദേശത്തേക്ക് മടങ്ങി വരുവാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചപ്പോൾ റൂത്ത് ഈ ഒരു പുതിയ സ്ഥലത്തേക്ക് ജീവിതം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. ഈ ആശയം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുമ്പോൾ ഈ പ്രതിസന്ധിയിൽ ഈ ഒരു ഭാഗം എന്നോടും നിങ്ങളോടും എന്താണ് സംസാരിക്കുന്നത്? പ്രതിസന്ധിയുടെ കാലത്താണ് ഞാനും നിങ്ങളും പല ഒളിച്ചോട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. താൽക്കാലികമായിട്ട് അത് ആശ്വാസം നൽകുന്ന ഒളിച്ചോട്ടങ്ങൾ, സഹായ കേന്ദ്രങ്ങളായിരിക്കാം. എന്നാൽ ആത്യന്തികമായിട്ട് അത് നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So the first step, if we have to transcend this crisis, we have to trace our steps back. Think about, have I gone away from the grace of God? Have I taken decisions to move out of God's will? Have I gone into my temporary hideouts? If I have gone into temporary hideouts, we need to decide to come back so that we can transcend the crisis. ഞാൻ കുറെ വർഷങ്ങൾ ബാംഗ്ലൂരിൽ കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷം ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ ഞാൻ ഫുൾ ടൈം ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് വി ഡിസൈഡഡ് ടു മേക്ക് എ പോസ്റ്റർ സോ ദാറ്റ് വി കുഡ് പ്രൊവൈഡ് മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ഓൺലൈൻ. അനേക ആളുകൾ ലോക്ക്ഡൌണിന്റെ ഈ കാലത്ത് മുമ്പേ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി പേർക്ക് സാലറി കട്ട്, ഒത്തിരി കുഞ്ഞുങ്ങൾ കോളേജിന്റെ അഡ്മിഷനെ കുറിച്ചൊക്കെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അനേക ആളുകൾ മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലയളവ്. ആ സമയത്ത് പലർക്കും ഒരു പക്ഷെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണുവാനുള്ള സാമ്പത്തിക ആസ്തി ഇല്ലായിരിക്കാം. ഇല്ലായെങ്കിൽ അതിനോടൊപ്പമുള്ള സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട് തന്നെ പലരും പ്രത്യക്ഷമായിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് തേടാറില്ല. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ഓൺലൈൻ ഹെൽപ്പ് അല്ലെങ്കിൽ ഫ്രീ കൗൺസിലിംഗ് ഹെൽപ്പ് എന്ന് ആ പോസ്റ്ററിൽ കൂടി അനേകരെ സഹായിക്കുവാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു 5-6 മാസത്തിന്റെ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുടുംബസ്ഥരായിരിക്കുന്ന ആളുകൾ അവർ വിളിക്കുമ്പോൾ അവർ പറയുന്നത്, I am not able to handle my anxiety at this point. I am not able to sleep well right now. So I have opted for temporary hideouts. I know it is not wrong, right? എനിക്കറിയാം ഇത് ഈ ഒരു ടെമ്പററി ഹൈഡ് ഔട്ട് എനിക്കൊരു സുരക്ഷിതം പൂർണ്ണമായിട്ട് നൽകുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേറെ വഴിയില്ല മാഡം, അതുകൊണ്ട് ഞാൻ ഇതിൽ തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ സമയത്തൊക്കെ കുറെ കൂടെ അവരോട് കൗൺസിലിംഗ് സെഷനിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് അവരോട് ശ്രമിക്കുന്നത്, ഈ ഒരു കാലഘട്ടം കടന്നു പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇതിന് അടിമയായി മാറിപ്പോകും, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് these temporary hideouts are not the solutions to transcend the crisis. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, I am coming home എന്നുള്ള പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ തന്റെ
ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവകൃപയുടെ വലയത്തിലേക്ക് അവൻ തിരിച്ചു വന്നു. അവൻ ഒരു പക്ഷെങ്കിൽ ലോകത്തിന്റെ സുഖങ്ങൾ തേടി പോയ ഒരു മനുഷ്യനായിരിക്കാം. ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ ക്രൈസിസിനെ അതിജീവിക്കുവാൻ കണ്ടെത്തുന്ന ചില ഹൈഡ് ഔട്ട്സ്, താൽക്കാലികമായിട്ടുള്ള മേച്ചിൻ പുറങ്ങൾ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഓപ്പർച്യൂണിറ്റീസ്, അത് ദൈവഹിതത്തിന് ചേരാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നാശത്തിലേക്ക് വഴിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ പാൻഡമിക് ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ തീർന്നാലും ഞാനും നിങ്ങളും മടങ്ങി വരാത്ത വഴികളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിജീവിച്ചു എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള ടെമ്പററി ഹൈഡ് ഔട്ട്സിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധ എനിക്കും നിങ്ങൾക്കും ഇല്ല എങ്കിൽ ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളും പലതും നഷ്ടപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സോ റിമെമ്പർ, we have to come out of our temporary hideouts and continue to return in his grace. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. We have to remain in God's will. ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കും, എപ്പോൾ തീരും എന്ന് പലരും ചോദിക്കും. ആർക്കും ഒരു മറുപടിയില്ല. എന്നാൽ മറുപടി ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും let us continue to remain in God's will. ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് ചേരാത്ത വഴികളിലേക്ക് അല്ല, പിന്നെയോ ദൈവഹിതത്തിനും ദൈവകൃപയുടെ വലയത്തിൽ തന്നെ നിലനിൽക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി നമുക്ക് ഭംഗിയായിട്ട് മറികടന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്ന അവസ്ഥ തീരെ കൂരിരുട്ടായിരിക്കാം, തീരെ നിരാശ നൽകുന്ന ആയിരിക്കാം. എന്നാൽ we have to realize at every bends, at every curves, there is God's grace awaiting for us. ഓരോ പടിയും ഓരോ വഴിത്തിരിവിലും ദൈവത്തിന്റെ കൃപ എന്നെ കാത്തു നിൽപ്പുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. പ്രോവിഡൻസ് എന്നുള്ള വാക്ക്, വി ഹാവ് ഗോഡ്സ് പ്രോവിഡൻസ്. പ്രോവിഡൻസ് എന്നുള്ള മലയാളത്തിന്റെ എക്സാക്ട് അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ദൈവാധീനം, അല്ലെ? ദൈവത്തിന്റെ അധീനതയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോഴാണ് പ്രതിസന്ധിയെ ഭംഗിയാവണ്ണം അതിജീവിക്കുവാനായിട്ട് കഴിയുന്നത്. വി ഹാവ് ടു കണ്ടിന്യൂ ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഞാൻ സ്കൂളിൽ പഠിച്ചത് കോൺവെന്റ് സ്കൂളിൽ. അപ്പൊ അന്നൊക്കെ ഒരു എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് ഓൾവേസ് എ പ്രെയർ ബിഫോർ വി ലീവ്. അന്ന് സിസ്റ്റേഴ്സ് പ്രെയർ ചെയ്ത് വിടുമ്പോൾ അവരൊരു 2 വാക്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രൊവിഡൻസ് ഓഫ് ഗോഡ് എന്ന് അവർ പറയും. കുട്ടികളായ ഞങ്ങള് റെസ്പോണ്ട് ചെയ്യും, വാച്ച് ഓവർ അസ്. അന്ന് ഒരു പതിവായിട്ട് വാച്ച് ഓവർ അസ് എന്നാ പറയുന്നത് പോലും നമുക്ക് അറിയത്തില്ല. അത് 3 പ്രാവശ്യം ആ സിസ്റ്റേഴ്സ് നമ്മളെ കൊണ്ട് പറയും. പക്ഷെ ഇന്ന് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. ദൈവത്തിന്റെ കൃപയുടെ വലയത്തിൽ ആയിരിക്കാൻ, പ്രതിസന്ധി ആയാലും പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും അതിൽ തന്നെ നിലനിൽപ്പാനും, അഥവാ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നടക്കുവാനും ഉള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. രണ്ടാമതായിട്ട് നവോമിയും രൂത്തും നമ്മൾ ഇവരുടെ അനുഭവങ്ങൾ പഠിക്കുമ്പോൾ രണ്ടാമതായിട്ട് സെക്കൻഡ് ആർ ഇസ് റിയലൈസിംഗ് ദ നീഡ് ഓഫ് ഈച്ച് അതർ ആൻഡ് വില്ലിംഗ്നെസ് ടു ബിഗിൻ സ്മോൾ. റിയലൈസിംഗ് ദ നീഡ് ഓഫ് ഈച്ച് അതർ ആൻഡ് വില്ലിംഗ്നെസ് ടു ബിഗിൻ സ്മോൾ. ഒരുമയോടെ ചെറിയ കാര്യങ്ങളിലുള്ള സാധ്യതകളെ തേടിയുള്ള യാത്ര. ആദ്യം ഞാൻ പറഞ്ഞു ഒരു മടക്കയാത്ര, അടുത്തത് ഒരുമിച്ച് ചെറിയ കാര്യങ്ങളിലുള്ള സാധ്യതകളെ തേടിയുള്ള യാത്ര. അത് എപ്രകാരം എന്ന് നാം വായിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവീൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ദയ ചെയ്യുമാറാകട്ടെ. അതിനുശേഷം 10-ാമത്തെ വാക്യത്തിന്റെ തൊട്ട് മുൻപ് കാണുന്നത് അവർ ഉച്ചത്തിൽ കരഞ്ഞു. ദാറ്റ് വാസ് എ പാർട്ടിംഗ് ജെസ്ചർ. അവർ ഇനി എന്താ തീരുമാനിക്കാൻ പോകുന്നതെന്നുള്ളത് നവോമിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ 3 പേരും കൂടെ ഒരുമിച്ച് നിന്ന് കരയുന്ന ഒരു അനുഭവം. 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്നത്, തന്നോടുകൂടെ പോരുവാൻ അവർ ഉറച്ചിരുന്നു എന്ന് കണ്ട് അവൾ അവരോട് സംസാരിക്കുന്നത് മതിയാക്കി. അതായത് രൂത്ത് പിന്മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നവോമി പിന്നീട് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നവോമിയും രൂത്തും ഒരുമിച്ച് വീണ്ടും ബേത്ലഹേമിലേക്ക് യാത്ര തുടരുന്നു. അവിടെ വന്നപ്പോഴാണ്
കൂടെ ഉണ്ടായിരുന്ന കൂട്ടായ്മയിലെ ആളുകൾ 19ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി, ഇവൾ നവോമിയോ എന്ന സ്ത്രീജനം പറഞ്ഞു. അപ്പോൾ നിരാശപ്പെട്ട് വരുന്ന ഒരു അമ്മായിയമ്മ മരുമകൾ ഇവരെ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി, ഇത് നവോമി തന്നെയല്ലേ? ഒരു പക്ഷെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നവോമിയെ കണ്ടതിലുള്ള പ്രതികരണമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നവോമിക്ക് വന്ന മാറ്റങ്ങളായിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, അവിടെ ഒരു കൂട്ടായ്മ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ആദ്യം 3 സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിനകത്ത് ഒരാൾ പിന്മാറിപ്പോയി, 2 സഹോദരിമാർ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടായ്മയിലേക്ക് അവരെ ചേർത്തുകൊള്ളുന്ന ഒരു അനുഭവം. അവിടെ അടുത്തതായിട്ട് നമ്മൾ നവോമിയും റൂത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ, ഇവർ ബേത്ലഹേമിലോട്ട് യാത്ര തിരിച്ചപ്പോൾ വലിയ ഒരു ജീവിത സ്വപ്നമൊന്നും അവർ ജീവിതത്തില് വലിയൊരു ബ്ലെസ്സിങ് ഒന്നും അവർ സ്വപ്നം കണ്ടുകൊണ്ട്, ഒരു ഉയർച്ച ഒന്നും സ്വപ്നം കണ്ടുകൊണ്ട് വന്നതല്ല. അവിടെ വന്നപ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരുന്നു? നവോമി റൂത്തിനോട് പറയുന്നത്, നീ പോയി നമുക്ക് കാലാവർക്കി ജീവിക്കാം. നമുക്കറിയാം ഡ്യൂട്രോണമി 24:19 യഹൂദ പ്രമാണം അനുസരിച്ച് അവര് കൊയ്ത്ത് കാലത്ത് അവിടെ ചില fruits are left behind so that the widows and the poor people can feed on it. ദരിദ്രന്മാരും വിധവകളും കാലാവർക്കി ജീവിക്കാൻ ഉള്ള ഒരു അവസരം, അവകാശം അവർക്ക് ഇസ്രായേലിന്റെ ന്യായപ്രമാണം അനുസരിച്ച് അവർ കൊടുത്തിരുന്നു. അപ്പൊ ഇവർ അങ്ങോട്ട് തിരിച്ച് ബേത്ലഹേമിലേക്ക് വരുന്നത് വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടല്ല, ചെറിയ കാര്യങ്ങളിൽ അവരുടെ ജീവിതം ആരംഭിക്കാം എന്നുള്ള ഒരു സ്വപ്നത്തോടുകൂടെ തിരിച്ചു വന്ന 2 സഹോദരിമാർ അല്ലെങ്കിൽ 2 വിധവമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരുമിച്ച് നിന്നു 2 ചെറിയ കാര്യങ്ങളിൽ അവരുടെ ജീവിതം പുനരാരംഭിക്കുവാൻ വേണ്ടി താല്പര്യത്തോടെ മടങ്ങി വരുന്ന ഒരു യാത്രയായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് എൻ്റെ കൗൺസിലിംഗ് പ്രൊഫഷനിൽ ഏറ്റവും വലിയ ഒരു ട്രാജഡി എന്തെന്ന് ചോദിച്ചാൽ, പലരെയും കൗൺസിലിംഗ് ഡെഫിനറ്റ്ലി നിരാശയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടി നൽകുന്ന ഒരു സമയമാണെങ്കിൽ പോലും പലർക്കും they don't want to begin small. Everybody wants to dream big. ഇന്ന് ലോകത്തിന്റെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ? എല്ലാം ഡ്രീം ബിഗ്, think big, expect big. There is nothing wrong. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. വലിയ വലിയ കാര്യങ്ങളെ സ്വപ്നം കാണുക, വലിയ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുക. പക്ഷെ ആ വലിയ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ ആരംഭിക്കുക എന്നുള്ളത് എവിടെയോ ആ ഒരു അറിവ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഒരു പക്ഷെങ്കിൽ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആ ഒരു നല്ല ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഈ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആർക്കും ഒരു ചെറിയ കാര്യങ്ങളിലുള്ള തുടക്കം താല്പര്യമില്ല. എവ്രിബഡി വാണ്ട്സ് ടു ഡ്രീം ബിഗ് ആൻഡ് ഗെറ്റ് ബിഗ്. നത്തിങ് റോങ്, ബട്ട് വി ഫൊർഗെറ്റ് ദാറ്റ് സംവെയർ വി ഹാവ് ടു ബിഗിൻ സ്മോൾ. ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും അതിന് തയ്യാറായ മതിയാവും. ഈ ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ, ഇന്നലെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു, we don't know whether we will have the deposits that we have in the bank. നമ്മൾ സുരക്ഷിതം എന്ന് കാണുന്ന പല ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒരുപക്ഷെ നാഷണലൈസ്ഡ് ബാങ്ക്സ് തന്നെ ആയിരിക്കാം. എന്നാൽ അതൊക്കെയും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. അതുപോലൊരു എക്കണോമിക് ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ ഒരു പുതിയ നോർമലിലേക്ക് നമ്മുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യുവാനും അഡാപ്റ്റ് ചെയ്യുവാനും ക്രമീകരിക്കുവാനും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. We have to prepare ourselves and the people around us to begin small so that we can transcend this crisis. ഈ ഒരു ക്രൈസിസിനെ അതിജീവിക്കണമെങ്കിൽ അതിനൊരു താല്പര്യം. ഇന്ന് എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ MBA ഓരോ സ്റ്റേജിൽ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളോടൊക്കെ ചോദിക്കുമ്പം അവരൊക്കെ ഹൈ സാലറി പാക്കേജ് എക്സ്പെക്ട് ചെയ്യുന്ന നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ദോഷമൊന്നുമില്ല, തെറ്റില്ല. പക്ഷെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ചുറ്റും നോക്കുമ്പോൾ അനേകർക്ക് ജോലി ഓൾറെഡി നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ somewhere we have to be willing to begin small. Somewhere we have to lower our expectation of how can we continue with life. എന്നാൽ മറുവശത്തേക്ക് എക്സ്ട്രീം എൻഡിലേക്ക് പോകുന്ന വേറെ ഒരു കൂട്ടം ആളുകൾ എന്താണ്? Because I am not able to achieve whatever I am dreaming, there is no point in continue to live like that.
ഐ കനോട്ട് ലിവ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ജീവിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് മനസ്സിൽ തന്നെ അങ്ങ് തീരുമാനിച്ച ജീവിതങ്ങൾ അവസാനിപ്പിക്കുന്ന അനേക ആളുകൾ. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ ഉണ്ടായിരിക്കാം, നമ്മുടെ ഭവനത്തിലുള്ള ജോലിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അവരോടൊക്കെ പറയാനായിട്ടുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഒരുമിച്ച് നിൽക്കുക. രണ്ട്, ചെറിയ ആരംഭങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വീണ്ടും ജീവിതം കെട്ടിപ്പണിയുവാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ജീവിതയാത്ര തുടരുവാനായിട്ടുള്ള സന്മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കൂട്ടായ്മയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. ഇവിടെ നവമിയെ സംബന്ധിച്ച് മടങ്ങി വന്നപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുവാൻ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരവരുടെ ദുഃഖത്തിലും ഉണ്ടായിരുന്നു. 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ സന്തോഷിക്കുന്ന സമയത്തും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. സോ കൂട്ടായ്മയുടെ ബലം ആണ് ഈ ഒരു പ്രതിസന്ധിയിൽ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞിടയിൽ ഞാൻ ബാംഗ്ലൂരിലെ ഒരു സീനിയർ സിറ്റിസന്റെ ഒരു ഗ്രൂപ്പിന് ഒരു ക്ലാസ് എടുത്തു. അത് റോട്ടറി ക്ലബ്ബുകാരുടെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അവർക്ക് നമ്മുടെ കൂട്ടി ഇതുപോലെ പ്രെയർ മീറ്റിംഗ്സോ ഇതുപോലെയുള്ള കൂട്ടായ്മകളോ ഒന്നുമില്ല. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിലും 3 മാസം കൂടുമ്പം അവർ ഇതുപോലെ ഓൺലൈൻ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ അവരുടെ മുഖത്തെ ഒരു സന്തോഷവും തിളക്കവും 80 വയസ്സുള്ള 90 വയസ്സുള്ള അമ്മച്ചിമാര് അപ്പച്ചന്മാര് ഈ സൂം മീറ്റിംഗിലോട്ട് അവരുടെ മക്കൾ ഒരു പക്ഷെങ്കിൽ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുകയായിരിക്കാം. എന്നാൽ അവർ പറയുന്നത് it has been so many days that we have not been able to just smile. മനസ്സുകൊണ്ടൊന്ന് ചിരിക്കുവാനോ മനസ്സ് തുറന്നൊന്ന് കരയാനോ ഒരു വേറൊരു ആളെ കാണാത്ത ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ കൂട്ടായ്മയുടെ വില തിരിച്ചറിഞ്ഞേ മതിയാവും. കൂട്ടായ്മയിലുള്ള ആളുകളിലേക്ക് ഒരു പക്ഷെങ്കിൽ നമ്മളിലേക്ക് എല്ലാവരും വരണമെന്നുള്ള താല്പര്യത്തോടെ ഇരിക്കുകയല്ല, പിന്നെയോ എങ്ങനെ വേറൊരാളെ കൈക്ക് പിടിച്ച് ഉയർത്താം എന്നുള്ള മുൻപോട്ട് നയിക്കാം എന്നുള്ളൊരു തീരുമാനത്തോട് ഈ പ്രതിസന്ധി നേരിടുവാനായിട്ട് സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കൊല്ലം തേവള്ളി ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ പലരും പറയുന്ന ഒരു അനുഭവം, ഞങ്ങൾ 2005 to 2009 ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. എന്നാൽ ആ കാലഘട്ടത്തിൽ നല്ല ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന അനേക ചെറുപ്പക്കാരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞത് അവരുടെയൊക്കെ അപ്പന്മാർ പിതാക്കൾ അവരുടെ ഭവനത്തിലെ ആ ബിസിനസ് നോക്കി നടത്തിയിരുന്ന അവരുടെ ഫാദേഴ്സ് പെട്ടെന്ന് ഒരു mid-40 mid-50 ആയപ്പോൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ച അനേക ഭവനങ്ങൾ അവിടെ കൊല്ലത്തുണ്ട്. അപ്പം അവര് പറയുന്നത്, ഞങ്ങളുടെ പപ്പ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്ക് യാതൊരു ക്ലൂ ഇല്ലായിരുന്നു ഈ ബിസിനസിനെ കുറിച്ചോ, അല്ലെങ്കിൽ എത്രമാത്രം കടമുണ്ടെന്നോ, അല്ലെങ്കിൽ എത്രമാത്രം പൈസ ഇറക്കിയിട്ടുണ്ടെന്നോ ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാ. അപ്പോൾ പെട്ടെന്ന് പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മമാർക്ക് യാതൊരു വഴിയുമില്ല ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് തന്നെ പലരും വീട്ടിൽ നിരാശയിൽ ഒന്നിലധികം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവര് പറയുന്നത് ഞങ്ങളുടെ അമ്മമാരൊക്കെ നിരാശയിൽ ഭവനത്തിൽ കഴിയുന്ന, പള്ളിയിലും പോകാതെ സേവ്യാസംഘത്തിലും പോകാതെ കഴിയുന്ന ഒരു കാലഘട്ടം. എന്നാൽ അന്ന് തേവള്ളി ഇടവകയിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു അച്ഛനായിരിക്കാം, നൈനാൻ വർഗീസ് അച്ഛൻ. ഇപ്പോൾ റിട്ടയർ ആയി. അച്ഛന്റെ അമ്മയുണ്ടായിരുന്നു, പിന്നെ വേറെ 1-2 അവിടുത്തെ പ്രായമുള്ള അമ്മച്ചിമാർ. ഇവരൊക്കെ അന്ന് സേവ്യാ സംഘത്തിന്റെ വളരെ ആക്റ്റീവായിട്ട് നിന്ന ആളുകളാണ്. ഇവരൊക്കെ ഇതുപോലെയുള്ള വിഡോസ് ആയിട്ടുള്ള ചെറുപ്പക്കാരി അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ലേഡീസ് അവരുടെയൊക്കെ ഭവനത്തിൽ ചെന്ന് അവരെ വേദോസ്തവത്തിന്റെ വാക്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയും അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഒക്കത്തില്ല, ലെറ്റ് us കം ഔട്ട്, പുറത്തോട്ട് ഇറങ്ങി വന്ന് കൂട്ടായ്മയിലേക്കും ഇടവകയിലേക്കും ഒക്കെ മടങ്ങി വന്ന് ഈ ബിസിനസ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മക്കൾ ഒരു പ്രായമാകുന്നവരെ ഇത് തിരിച്ചു പിടിക്കുവാനായിട്ട് ഞങ്ങളും കൂടെ സഹായിക്കാം എന്ന് പല ആളുകളും ആ ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ് വീണ്ടും അവർക്ക് ഉയരുവാനായിട്ട് സാധിച്ചത്. ഇന്ന് അവരൊക്കെ കൊല്ലത്തെ നല്ല ബിസിനസ്സുകാരാണ്. പക്ഷെ അവരെ ഓർക്കുന്ന ആ അമ്മച്ചിമാരെ കുറിച്ച്, ഇൻക്ലൂഡിങ് നൈനാൻ വർഗീസ് അച്ഛന്റെ അമ്മച്ചി, അവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർ പറയുന്നത്, അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളായിട്ട് തന്നെ നശിച്ചു പോയേനെ, നഷ്ടപ്പെട്ടു പോയേനെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സേവ്യാ സംഘ അംഗങ്ങളെ, ഈ സമയത്ത് സേവ്യാ സംഘത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താ എന്ന് ചോദിച്ചാൽ, പ്രയാസത്തിലും വിഷമത്തിലും ഇരിക്കുന്ന ആളുകൾക്ക് കൂട്ടായ്മ നൽകുക. കാരണം നമ്മുടെ കൂട്ടായ്മയുടെ ഒരു കൈത്താങ്ങലാണ് പലരെയും ജീവിതങ്ങളിലേക്ക് തിരിച്ചു നയിക്കുന്നത്. ചെറിയ ആരംഭങ്ങൾ അല്ലെങ്കിൽ ചെറിയ തുടക്കങ്ങൾ വീണ്ടും തിരിച്ചു പിടിക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ യാത്ര തുടരുവാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാക്കുക, ബിഗ് ജേർണീസ് ബിഗിൻ വിത്ത് സ്മോൾ സ്റ്റെപ്സ്. We all dream about big journeys, but every big journey begins with small steps. ആ ഒരു
തീരുമാനത്തോടെ ഈ പ്രതിസന്ധിയെ നേരിടുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, നിലനിൽപ്പുള്ള മനോഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള യാത്ര, അതായത് റിസോർട്ടിംഗ് ടു ഔട്ട്ലാസ്റ്റിംഗ് പെർസെപ്ഷൻസ് ആൻഡ് പ്രാക്ടീസസ്. അത് പറയുമ്പോൾ 1-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്, അതിന് റൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. അപ്പൊ ഇവിടെ നാം കാണുന്നത് റൂത്ത് നവോമിയോട് പറയുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ പറയുന്ന ഒരു ആഗ്രഹം, അത് അങ്ങനെ പറയുവാനായിട്ട് ഇടയായ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും റൂത്തിനെ സംബന്ധിച്ച് അവൾ തിരിച്ച് യഹൂദ്യ ദേശത്തിലേക്ക് വരുമ്പോൾ അവളുടെ സ്വന്തം നാടും അവളുടെ മാതാപിതാക്കളും അവളുടെ സംസ്കാരവും എല്ലാം വിട്ട് മാറിയേച്ച് അവളും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. സോ ഷീ ഈസ് ഈക്വലി എ ഫോറിനർ. എന്നാൽ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അമ്മായിയമ്മയുടെ ജീവിതം വളരെയധികം ഈ സഹോദരിയെ സ്വാധീനിച്ചു കാണും. അതുകൊണ്ടാണല്ലോ റൂത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ നവോമി's influence as a mother-in-law during the time of crisis, അതിനുശേഷം തന്റെ മരുമക്കൾക്ക് തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഓരോ സമയത്തും റൂത്തിനെ നല്ല വഴിയിലേക്ക് ഗ്രേസ്ഫുള്ളി നയിക്കുന്ന ഒരു അമ്മായിയമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയിലേക്ക് അവൾ തിരിച്ചു വരുമ്പോൾ അവളെ കുറിച്ച് പറഞ്ഞത് മാറാ. അവളുടെ മനസ്സിൽ ഒത്തിരി ബിറ്റർനെസ് ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഡിഡ് നോട്ട് അലൗ ദാറ്റ് ബിറ്റർനെസ് ടു ഫ്ലോ ഇൻ ടു അതർ പീപ്പിൾ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. റിസോർട്ടിംഗ് ടു ഔട്ട്ലാസ്റ്റിംഗ് പെർസെപ്ഷൻസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്, she was bitter because of her life experiences. She had the Mara experiences in her life, but she did not spill over that experience to others. So it was a conscious choice. അവളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവം മറ്റുള്ളവരിലേക്ക് എറിയുവാനോ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാനോ അവൾ താല്പര്യപ്പെട്ടില്ല. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ വളരെയധികം ഏഞ്ചലിക് സ്മൈൽ ഉള്ളവരാ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്നാ പറയുന്നത് ഭാവം തന്നെ സ്മൈലാ, അല്ലെ? പക്ഷെ when can we smile? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുമ്പോഴും ജീവിതം സന്തോഷമായിട്ട് പോകുമ്പോഴും നമുക്ക് മനോഹരമായിട്ട് സ്മൈൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ when things become bitter in our life, are we able to continue with our graceful behavior? എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു വുമൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സേവിയാ സംഘത്തിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര വരെ എന്റെ സന്തോഷം അല്ലെങ്കിൽ എന്റെ പെരുമാറ്റം മറ്റുള്ളവരിലേക്ക് ഗ്രേസ്ഫുൾ ആയിട്ട് നിലനിർത്തുവാനായിട്ട് സാധിക്കും? സന്തോഷം ഉള്ളിടത്തോളം കാലം. എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ എന്റെ ജീവിതത്തിലെ കയ്പുള്ള അനുഭവം എനിക്ക് മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്കും കയ്പുള്ളതാക്കി മാറ്റുന്നു. എന്നാൽ ഇവിടെ റൂത്ത് നവോമിയും പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അത് കയ്പായാലും സന്തോഷമായാലും ദുഃഖമായാലും വേദനയായാലും ആ ബിറ്റർനെസ് ഷുഡ് നോട്ട് ബി ഓവർഫ്ലോഡ് ഇൻ ടു അതേഴ്സ് ലൈഫ്. ഇന്ന് പല ജീവിതങ്ങളിലും പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം ബിറ്റർ ആക്കുന്ന എപ്പോഴാ? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ബിറ്റർനെസ് ഇൻ ആർ ലൈഫ്. Many people, because of the bitterness in their life, make life miserable for others. അവരുടെ ജീവിതം കൂടെ ബുദ്ധിമുട്ടിലാക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നവോമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ പ്രതിസന്ധിയിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഗ്രേസ്ഫുൾനെസ്, നോട്ട് ദ വേൾഡ്ലി ഗ്രേസ്ഫുൾനെസ്, ദൈവിക സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രേസ്ഫുൾനെസ്, that should continue, that should outlast the crisis. അല്ലാതെ ഈ പ്രതിസന്ധി കഴിയുമ്പോഴത്തേക്ക് ഞാനും നിങ്ങളും ഒക്കെ ബിറ്ററായ ആളുകളായി മാറാതെ നമ്മുടെ ദൈവിക സ്വഭാവം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യതയെക്കുറിച്ച് നവോമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് റിസോർട്ടിംഗ് ടു ഔട്ട്ലാസ്റ്റിംഗ് പെർസെപ്ഷൻസ് ആൻഡ് പ്രാക്ടീസസ് എന്താണ്? വാട്ട് ഇസ് ദ ഔട്ട്ലാസ്റ്റിംഗ് പെർസെപ്ഷൻസ് ആൻഡ് പ്രാക്ടീസസ്? ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് അഗപേ ലവ്, ക്രൂശിലെ സ്നേഹം, അതായത് നിബന്ധങ്ങൾ ഇല്ലാത്ത സ്നേഹം. നീ എന്നെ തിരിച്ചു സ്നേഹിക്കുമ്പോഴുള്ള സ്നേഹമല്ല, നിനക്കതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അളന്നു നോക്കിയിട്ടല്ല, പിന്നെയോ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ, അയോഗ്യയായ എന്നെ സ്നേഹിച്ചതുപോലെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ
മറ്റുള്ളവരിലേക്ക് എന്റെ ബിറ്റർനെസ് പകരാതെ ആ ഒരു സ്നേഹത്തിന്റെ ചാലുകളായി ഞാനും നിങ്ങളും തുടരുവാനായിട്ട് റൂത്തിന്റെയും നവമിയുടെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ റൂത്തിന് തന്റെ അമ്മായിയമ്മയുടെ കൂടെ ഈ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുവാനുള്ള ധൈര്യവും ഒരു ആവേശവും ഒരു തീരുമാനവും എടുക്കുവാനായിട്ട് സാധിച്ചത്. എന്നെ കേൾക്കുന്ന സേവിയ സംഘ അംഗങ്ങളെ, നമ്മളുടെ ഇളം തലമുറ എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുന്നു. തീർച്ചയായിട്ടും ദൈവിക ശോഭ, ദൈവിക ഛായ നഷ്ടപ്പെടുത്താതെ ഞാനും നിങ്ങളും എന്റെ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ സഭയുടെ മുൻ ട്രസ്റ്റി ആയിരുന്ന കെ വർഗീസ് സാറിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതും കൊല്ലം തേവള്ളി ഇടവകയിലെ മെമ്പേഴ്സ് ആയിരുന്നു. വർഷങ്ങളായിട്ട് നമ്മുടെ സഭയുടെ ട്രസ്റ്റി ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്കിളുടെ സഹധർമ്മിണി സാലിക്കുട്ടി ആന്റി എല്ലാ പ്രാർത്ഥനയ്ക്കും ഇടവകയുടെ എല്ലാ മീറ്റിംഗ്സിനും വളരെയധികം പങ്ക്ച്വൽ ആയിട്ട് വരുന്ന ഒരാളായിരുന്നു. ആര് പള്ളിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആന്റി എല്ലാ പ്രാർത്ഥനയ്ക്കും കാണും. പ്രാർത്ഥനയുടെ ബലം, കൂട്ടായ്മയുടെ ഒരു ബലം നൽകുന്ന ഒരു ആന്റി. എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് അങ്കിൾ രോഗശയ്യയിലായി. ഞങ്ങൾ ആ സ്ഥലത്തു നിന്നൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അങ്കിൾ ഫുള്ളി ഒരു ബെഡ് റിഡൻ ആയി മാറിയ ഒരു സമയത്ത് വീണ്ടും കൊല്ലത്ത് പോകുവാനായിട്ട് ഇടയായപ്പോൾ ഞാൻ ആ ഭവനം സന്ദർശിച്ചപ്പോൾ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആന്റിയോട് ഞാൻ ചോദിച്ചു, ആന്റി ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ പഴയതുപോലെ ആന്റിക്ക് ഈ മീറ്റിംഗ്സിലൊന്നും പോകാനായിട്ട് സാധ്യമല്ലല്ലോ, അങ്കിൾ ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ആന്റി പഴയ ആ ഒരു പുഞ്ചിരിയോട് തന്നെ ആന്റിയുടെ മറുപടി, കച്ചുമേ അനുഗ്രഹങ്ങൾ തന്നപ്പോൾ 2 കൈയും നീട്ടി മേടിച്ചതാ. ഇപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവത്തെ പഴിക്കുവാനായിട്ട് ഒരു നാളും ഇടവരരുതെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പോഴും ഉള്ള സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പഴയതുപോലെ പറ്റുന്നില്ല എങ്കിൽ പോലും എന്നാൽ ആവോളം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ആന്റിയുടെ വിശ്വാസം കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. എന്നെ തന്നെ ഞാനൊന്ന് വിലയിരുത്തുവാനായിട്ട് ശ്രമിച്ചു. ഒരു പക്ഷെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എനിക്ക് ഇപ്രകാരം പറയുവാനായിട്ട് സാധിക്കുമോ? ആകണമെന്നില്ല, എന്നാൽ അതിന് ശ്രമിക്കാം എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, റിസോർട്ടിംഗ് ടു ഔട്ട്ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ആൻഡ് പ്രാക്ടീസസ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറ്റ് ഈസ് ഈസി ടു ബിക്കം ബിറ്റർ, ബട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ് us to continue to be better so that we can make a difference in the society and also നമുക്ക് ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ദൈവിക രക്ഷാ പദ്ധതിയുടെ സ്വസ്ഥതയിൽ ചാരിക്കൊണ്ടുള്ള ഒരു യാത്ര, റെസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്ലാൻ ഓഫ് റിഡംഷൻ. ഞാൻ ആദ്യം ആമുഖമായിട്ട് 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒരു സന്തോഷത്തിന്റെ വാക്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1-ാമത്തെ അധ്യായം ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ it is full of tragedies. It is not a good beginning, but when this book ends, it ends with the good news and the blessings. അനുഗ്രഹങ്ങളും സദ്വാർത്തയുമായിട്ടാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. അത് ഇന്ന് ഞാൻ വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം. എന്നാൽ അന്ന് അതിൽ കൂടെ കടന്നു പോകുന്ന റൂത്തിനോ നവോമിക്കോ ബോവാസിനോ ആർക്കും തന്നെ അങ്ങനെ ഒരു അവസാനം അതിനുണ്ടാകുമെന്ന് അറിയത്തില്ലായിരുന്നു. എന്താ അതിന്റെ അവസാനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ഈ റൂത്തും നവോമിയും അവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബോവാസ് ഈ റൂത്തിനെ വിവാഹം കഴിച്ചു, അതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കുറിച്ചാണ് അവിടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ സന്തോഷത്തിന് കാരണമായി തീരും എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ദാവീദ് രാജാവ് യേശു കർത്താവിന്റെ വംശാവലിയിലൊക്കെ പേർ എഴുതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഒബേദ് എന്നുള്ള ഈ പൈതൽ. ഒബേദിനെ വളർത്തിയത് നവോമിയാണെങ്കിൽ ഒബേദിനെ പ്രസവിച്ചത് രൂത്ത്, വിജാതിയായ സ്ത്രീ. ആ സമയത്തൊന്നും ഇവർക്ക് ദൈവത്തിന്റെ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് യാതൊരു ക്ലൂ ഇല്ല. അവർക്കൊരു മാപ്പ്, അങ്ങനെ ഒരു അങ്ങനെ അവർ മുൻപോട്ട് കണ്ടിട്ടില്ല. അവർക്ക് ആ ഒരു ദർശനമില്ല. എന്നാൽ പോലും ഓരോ ദിവസവും they rested in God's plan of redemption. ഈ ക്രൈസിസ് എന്നെയും നിങ്ങളെയും എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമുക്കറിയത്തില്ല. But at present what we have to do is we have to rest in God's plan of redemption one day at a time. ഇത് ഇവിടെ ഈ 2 സഹോദരിമാരെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനം ആദ്യം എടുക്കണമായിരുന്നു. They had to come back to God's will and God's grace. അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ടാണ് ഈ ഒരു ഭാഗത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും ദൈവ കൃപയുടെയും ദൈവഹിതത്തിന്റെ വലയത്തിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിന്റെ
കൈപ്പതിപ്പുകളായി മാറുന്നത്. ഇൻ ഹിസ് വിൽ, നോട്ട് ഓൾ സർക്കംസ്റ്റാൻസസ്, ബട്ട് ഇൻ ഹിസ് വിൽ സർക്കംസ്റ്റാൻസസ് ആർ ഗോഡ്സ് ഫിംഗർ പ്രിന്റ്സ്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം അത് മനസ്സിനെ സ്പർശിക്കുന്നതായിട്ട് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവലയത്തിലും ദൈവത്തിന്റെ ഹിതത്തിന്റെ വലയത്തിലും ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സോ ലെറ്റ് us not run out of God's will because of this temporary crisis. Let us continue to rest in God's redemptive plan. ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുവാനായിട്ട് എങ്ങനെയാ പോകുന്നതെന്ന് ഒരുപക്ഷെ അറിയത്തില്ല എങ്കിൽ പോലും അതിൽ തന്നെ ആശ്രയിക്കുവാനും ചാരുവാനും ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാവർക്കും നന്മയ്ക്കായിട്ടല്ല ഈ പ്രതിസന്ധി തീരുന്നത്. ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ആണ് ഇതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വരും. ആ ഒരു ബോധത്തോടെ, ആ ഒരു തിരിച്ചറിവോടുകൂടെ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നേരിടുമ്പോഴാണ് അവർ പെയിൻസ് ബിക്കംസ് മീനിങ് അവർ ക്രൈസിസ് ബിക്കംസ് മീനിങ് കഴിഞ്ഞിടയില് ഞാൻ ജോർജ് സാമുവൽ സാറിന്റെ ഒരു വീഡിയോ, പണ്ട് ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു വീഡിയോ വീണ്ടും കാണുവാനായിട്ടിടയായി. ഒരു ക്രിസ്ത്യൻ ചാനലില് ഡോക്ടർ ജോർജ് സാമുവൽ, നമുക്കറിയാം, ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തതാണ്. പിന്നെ അദ്ദേഹം നവജീവോദയയുടെ ഒരു മെമ്പർ, അവിടുത്തെ ഫുൾ ടൈം വർക്കർ ആയിരുന്നു. വളരെയധികം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു കുടുംബം. കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെയായി, ഭാര്യ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു. അപ്പൊ അങ്ങനത്തെയുള്ള വളരെയധികം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ടിവിയുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ ഡു യു ഹാൻഡിൽ ദീസ് ക്രൈസിസ് ആൻഡ് ട്രാജഡീസ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിക്കുന്ന ആള് ചോദിച്ചപ്പോൾ ഡോക്ടർ ജോർജ് സാറ് മറുപടി പറഞ്ഞത്, it is not what happens to us, but what happens through us during the pain. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ്. പക്ഷെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മളിൽ കൂടെ ലോകത്തിന് എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും? അതാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോടുകൂടെ ഈ പ്രതിസന്ധി നേരിട്ടു എന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സർവവും നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധിയെ നേരിടുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കണം. 4 R's ഞാൻ പറഞ്ഞു. ഒന്ന്, റീട്രാക്കിംഗ് യുവർ സ്റ്റെപ്സ് ബാക്ക്. സെക്കൻഡ്, റിയലൈസിംഗ് ദ നീഡ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ബിഗിൻ സ്മോൾ. മൂന്നാമതായിട്ട് പറഞ്ഞത് resorting to outlasting perceptions. And last പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന resting in God's plan. We don't know what the end is. We don't know where it takes us. But we know that we are a part in God's redemptive plan. Let's continue to submit and surrender our lives so that we become a blessing through this crisis as well. God bless all of us.